നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ധനുരാശി. ഈ രാശിയുടെ സമാനമായ രാശി വരുന്നത്, ഇതേ ചിഹ്നത്തോടു കൂടി വരുന്നത് ഗ്രീക്ക് വെസ്റ്റേൺ അസ്ട്രോളജിയുടെ അടിസ്ഥാനത്തിൽ സാഗിറ്റേറിയസ് സൈനാണ്. അതിൻ്റെയും ചിഹ്നം ഒരു പകുതി മനുഷ്യനും പകുതി കുതിരയും ആയിട്ടുള്ള ഒരു രൂപം, കയ്യിൽ അമ്പും വില്ലും ഏന്തിക്കൊണ്ട് എന്തോ ഒരു ലക്ഷ്യം നോക്കി യാത്ര ചെയ്യുന്ന ഒരു സങ്കല്പമാണ് ധനുരാശിയുടേത്. അത് വെസ്റ്റേൺ സങ്കല്പവും നമ്മുടേതും ഏകദേശം ഒന്നു തന്നെ. ഈ ഗ്രീക്ക് കഥകൾ ഈ രാശിയുടെ ചിഹ്നത്തെ പറ്റി ഉണ്ട്. അത് ചെറിയ തോതിൽ ഞാൻ വിവരിക്കാം. അവർ വിശ്വസിക്കുന്നത് കൈറോൺ എന്ന് പറഞ്ഞ ഒരു സൃഷ്ടി, മനുഷ്യനും മൃഗവും ചേർന്നുള്ള ഒരു സൃഷ്ടി. ഇത്തരം സൃഷ്ടികൾ ഗ്രീക്ക് കഥകളിൽ ധാരാളമുണ്ട്. അതിൽ മിക്കവാറും സൃഷ്ടികളും ക്രൂരതയുള്ളതാണ്. ഒരു രാക്ഷസീയ സ്വഭാവം കാണിക്കുന്ന സൃഷ്ടികളാണ് അധികവും. ഇവിടെ ഈ ധനുരാശിക്ക് അല്ലെങ്കിൽ സാഗിറ്റേറിയസ് രാശിക്ക് വെച്ചിട്ടുള്ള രൂപം കൈറോൺ എന്ന ഒരു പകുതി മനുഷ്യനും പകുതി കുതിരയുടെ രൂപവുമുള്ളതാണ്. അത് ഒരു കുറച്ച് വിശിഷ്ടമായ ഒരു സൃഷ്ടിയാണ്. നമ്മുടെ വ്യാഴത്തിനോടൊക്കെ സാധർമ്മ്യമുള്ള സ്വഭാവ സവിശേഷതകളുള്ള ഒരു സൃഷ്ടിയാണ് ഈ കൈറോൺ എന്ന് പറയുന്നത്. നല്ല മെഡിസിൻ നോളജുള്ള വിവരമുള്ള ഒരാളാണ്. സംഗീതത്തിൽ താല്പര്യമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഈ ഫിലോസഫി താല്പര്യമുള്ള ആളാണ്. പഠിപ്പിക്കാൻ താല്പര്യമുള്ള, അക്കാലത്ത് ഏറ്റവും അധികം മഹാന്മാരെ പഠിപ്പിച്ച ഒരു സൃഷ്ടിയാണ് ഈ കൈറോൺ എന്ന് പറയുന്നത്. ഒപ്പം വലിയ ഒരു വില്ലാളി, ആർച്ചർ ആണ് ഈ കൈറോൺ. അതുപോലെ തന്നെ ആണ് നമ്മുടെ സങ്കല്പത്തിലുള്ള, നമ്മുടെ ധനുരാശിയിലുള്ള രൂപത്തിനും നമ്മൾ കൊടുക്കുന്ന സ്വഭാവ സവിശേഷതകൾ. കാരണം ഈ രാശി, ധനുരാശി എന്ന് പറയുന്നത് മൊത്തത്തിൽ അത് കൺട്രോൾ ചെയ്യുന്നത് ബൃഹസ്പതിയാണ്, ദേവഗുരുവാണ്. എല്ലാവരെയും പഠിപ്പിക്കാൻ താല്പര്യമുള്ള ഒരു ഗുരുവാണത്. പല വിഷയങ്ങളും നന്നായിട്ട് ദേവന്മാരെയും എല്ലാം പഠിപ്പിക്കുന്ന ദേവഗുരുവാണ് ബൃഹസ്പതി. ഈ അങ്കിരസിന്റെ മകനാണെന്ന് ഒരു വിശ്വാസം. അതുപോലെ തന്നെ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ് എന്നും ഒരു വിശ്വാസമുണ്ട്. കാരണം ഈ വ്യാഴം ഒരു കോസ്മിക് എനർജിയാണ്, അത് സ്പേസാണ്. ലോകത്തിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളിലും സൃഷ്ടികളും ഈ സ്പേസിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ധനുരാശി വളരെ പ്രധാനപ്പെട്ട രാശിയാണ്. വ്യാഴത്തിൻ്റെ രാശി ആയതുകൊണ്ടും മൊത്തം ധനുരാശി ഭാഗ്യരാശിയാണ്. കാലപുരുഷന്റെ 9ാമത്തെ ഭാവമാണത്, ഭാഗ്യഭാവമാണ്. ഈ രാശി ഡുവൽ രാശിയാണ്. 2 സ്വഭാവങ്ങൾ ഈ രാശിക്കാരിൽ മിക്കവാറും കാണാൻ കഴിയും. എല്ലാറ്റിനും ഉണ്ടാവും ആ ഒരു
പ്രത്യേകത. ഈ വ്യാഴം തന്നെ ദേവഗുരു ആണെങ്കിലും വലിയ യുദ്ധങ്ങൾ നയിച്ച കഥകളൊക്കെ വ്യാഴത്തിൻ്റെ പേരിലുണ്ട്. അപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു ചെറിയ അംശം ഉണ്ട് ഈ ഗുരുവിൻ്റെ കയ്യിലും. അതുപോലെ തന്നെ ഈ രാശിക്കാർ എല്ലാം ഒരു യുദ്ധപ്രിയന്മാരായിരിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു യുദ്ധത്തിൻ്റെ ചുറ്റുപാടുകൾ ഈ രാശിയിലുള്ളവർക്കുണ്ടാകും. പക്ഷെ പുറമെ അല്ലെങ്കിൽ മറ്റൊരു വലിയ സ്വാധീനം, ഇവർ സാത്വികന്മാരാണ്, സത്യസന്ധന്മാരാണ്, എല്ലാ നല്ല ഗുണങ്ങളുമുള്ള രാശിക്കാരാണ് ധനുരാശിക്കാർ. അപ്പൊ ഒരു സമ്മിശ്രമായിട്ടുള്ള സ്വഭാവങ്ങളും ഒന്നിൻ്റെ ഒരു വിപരീത സ്വഭാവവും ഇങ്ങനെയെല്ലാം ഈ രാശിയിലുള്ള ആൾക്കാർക്ക് നമുക്ക് കാണാൻ കഴിയും. അത് വരുന്നത് നമ്മൾ ഈ ഒരു രാശി എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ. കാരണം ധനുരാശി എന്ന് പറഞ്ഞാൽ അവിടെ മൂലം നക്ഷത്രം വരുന്നുണ്ട്, പൂരാടം വരുന്നുണ്ട്, ഉത്രാടത്തിൻ്റെ ഒരു ചെറിയ ഭാഗവും വരുന്നുണ്ട്. അപ്പൊ മൂലം നക്ഷത്രത്തിൻ്റെ ദേവത നിര്യതി, നക്ഷത്രാധിപൻ കേതു, അതുപോലെ തന്നെ പൂരാടം നക്ഷത്രത്തിൻ്റെത് ആഭ, നക്ഷത്രാധിപൻ ശുക്രൻ. അപ്പോ ശുക്രന്റെയും ആഭ എന്ന ദേവതയുടെയും സ്വഭാവ സവിശേഷതകൾ. അങ്ങനെ തന്നെ അവസാനത്തെ ഉത്രാടം, അത് വിശ്വദേവതകളാണ് അതിൻ്റെ ഡയറ്റി എന്ന് പറയുന്നത്. സൂര്യനാണ് നക്ഷത്രാധിപൻ. അപ്പൊ അവിടെയൊക്കെ ഈ പറഞ്ഞതിലെല്ലാം ഒരു കാരണം, ഈ പൂരാടം നക്ഷത്രം വെച്ചാൽ എവർ വിക്ടോറിയസ് എന്നാ പറയുന്നത്. ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലം കാണാം. എന്നും വിജയിച്ചവർ എന്നാണ് ഉത്രാടത്തിനെ പറ്റി പറയുന്നത്. അപ്പൊ വിജയം, ഒരു യുദ്ധം, മത്സരം, അങ്ങനെയൊക്കെ. കൂടാതെ നമ്മുടെ മൂലം നക്ഷത്രം എന്ന് പറഞ്ഞാൽ നിര്യതി, അത് തെക്ക് പടിഞ്ഞാറ് മൂലയുടെ ഈ വാസ്തുശാസ്ത്രപ്രകാരം അധിപതിയായിട്ടാണ് പറയുന്നത്. ആ ഒരു മഹാകാളി, ആ ഒരു സങ്കല്പം വളരെ ഭയാനകമാണ്. തെറ്റുകൾ ചെയ്താൽ സ്പോട്ടിൽ നമുക്ക് ശിക്ഷ തരുന്ന ഒരു ദേവതയാണ്. അതുപോലെ തന്നെ ഒരുപാട് പഴയ ഇതെല്ലാം പറ്റാത്ത, നമുക്ക് ഇന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും നശിപ്പിച്ചിട്ട് പുതിയ ഒരു ജന്മം, പുതിയ ഒരു ലോകം സൃഷ്ടിക്കുന്ന സ്വഭാവമാണ് ഈ മൂലം നക്ഷത്രത്തിനുള്ളത്. അതിന് സാക്ഷ്യം വഹിക്കുന്ന ആളാണ് കേതു. കേതു ട്രാൻസ്ഫോർമേഷനാണ്, മോക്ഷമാണ്. കേതു ഈ മത്സ്യാവതാരവുമായും ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. കാരണം അവിടെ ലോകത്തിൻ്റെ പൂർണ്ണമായിട്ടും നശിക്കുകയും പിന്നെ മനുവിൽ കൂടി രണ്ടാമതൊരു ലോകം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുടെ വിറ്റ്നസ് ആയിട്ടാണ് എപ്പോഴും കേതു വരുന്നത്. അപ്പോൾ ഈ ഈ ഒരു രാശിക്ക് ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കണം. അപ്പോൾ ഈ രാശിക്ക് ഉള്ള ഗുണങ്ങളിൽ ഒരു അംശം ഈ യുദ്ധത്തിൻ്റെ അംശം കൂടി കാണണം. യുദ്ധം റൈച്ചസ് വാറായിരിക്കും. അവര് വേണ്ടാതെയുള്ള യുദ്ധമായിരിക്കില്ല. വേണ്ട, നമുക്ക് നമ്മുടെ ഈ സമൂഹത്തിൽ വരാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ യുദ്ധത്തിനും തയ്യാറാകുന്നു. അതാണ് ഈ ധനു ലഗ്നത്തിൻ്റെ പ്രത്യേകത, വ്യാഴത്തിൻ്റെ ഒരു വലിയ സ്വാധീനം. ഈ രാശിക്കാർ മൊത്തത്തിൽ നല്ല ഫ്രീഡം ആഗ്രഹിക്കുന്നവരായിരിക്കും. അവരെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഒരിക്കലും അവർ അത് അനുവദിക്കില്ല. കാരണം ധനുരാശിയുടെ ഏറ്റവും വലിയൊരു സ്ലോഗനാണ് ഫ്രീഡം.
പിന്നെ ഈ രാശിക്കാർക്ക് അവർ വളരെ സിൻസിയർ ആയിരിക്കും, ഹോണസ്റ്റ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും അവരടുത്ത് നമ്മളോട് വളരെ അടുത്താൽ അവരെല്ലാ കാര്യങ്ങളും പറയും. ആ പറയുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ, അതാണ് രണ്ട് സംഭവങ്ങൾ ഇവർക്ക് വരുന്നത്. ദോഷം വരും, ചില കാര്യങ്ങളിൽ അവർക്ക് ഗുണം, ഒപ്പം തന്നെ ദോഷം. അതെന്താണെന്ന് വെച്ചാൽ ഈ രാശിയുടെ ഡുവൽ നേച്ചർ കൊണ്ടാണ്. എല്ലാറ്റിനുമുണ്ട് ആ ഡുവൽ നേച്ചർ. അതുപോലെ തന്നെ അധ്വാനശീലന്മാരായിരിക്കും. ഈ രാശിയിലുള്ള മിക്കവാറും രാശിക്കാർ അധ്വാനത്തിൽ താല്പര്യമുള്ളവരായിരിക്കും. അതേ അവസരത്തിൽ ലേസി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരും ഈ രാശിയിലുണ്ടാകും. പക്ഷേ ലേസിനെസ് വളരെ അപകടകരമാണ്. ഈ ധനുരാശിക്കാർക്ക് അസുഖം വരും. കാരണം ഇവരുടെ സ്വഭാവത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരുതരം കോദണ്ഡപാണികളാണ് ഇവർ. ഇവരെപ്പോഴും യുദ്ധത്തിന് തയ്യാറായിട്ട് പോകുന്നതും വളരെ ദൂരെയുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ട് യാത്ര ചെയ്യുന്നവരും അതിനുവേണ്ടി എല്ലാ സാഹസങ്ങൾ നേരിടുന്നവരുമാണ്. അപ്പോൾ ഇവർക്ക് വിശ്രമമില്ല. വിശ്രമം ഈ രാശിക്കാർക്ക് വളരെ താല്പര്യമില്ലാത്ത ഒരു ഘടകമാണ്. അങ്ങനെ ഒരു വിശ്രമം വന്നാൽ അത് അവർക്ക് ദോഷം ആണ് ചെയ്യുക. ശാരീരികമായിട്ടൊക്കെ അവർ തളർന്നു പോകും കൂടുതൽ വിശ്രമിച്ചാൽ. മറ്റൊന്ന് ഈ ഒരു രാശിക്കാർക്ക് യാത്ര വളരെ അനുകൂലമാണ്. എല്ലാവരും ചെയ്യുന്ന പോലുള്ള യാത്രയല്ല ഈ ധനുരാശിക്കാരുടെ യാത്ര. ആ യാത്രയിൽ ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടാകും. അതിൽ കൂടി അവർ പല കാര്യങ്ങളും പഠിക്കും, നേട്ടമുണ്ടാക്കും. അതാണ് ഈ ധനുലഗ്നക്കാരുടെ യാത്രയുമായിട്ടുള്ള ബന്ധം. ഈ ലഗ്നക്കാരധികവും യാത്ര ചെയ്യുന്നവരായിരിക്കും. പിന്നെ ഈ ഒരു രാശിക്കാര് സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ വളരെ വളരെ താല്പര്യമുള്ളവരാണ്. സന്താനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു രാശിക്കാരാണ്. ഈ രാശിക്കാർക്ക് പിതാവിൽ നിന്ന് വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. അതിനുള്ള കാരണം ഈ രാശിക്കാർക്ക് ഇവരുടെ ധനുലഗ്നത്തിന്റെ 9ാം ഭാവം അത് ചിങ്ങമാണ്. ചിങ്ങത്തിന്റെ അധിപൻ സൂര്യനാണ്. സൂര്യൻ ഈ രാശിക്കാർക്ക് വളരെ ബലത്തിൽ നിൽക്കുന്ന 9ാം ഭാവാധിപനാണ്. അത് ഉച്ചത്തിൽ 5ലാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് സൂര്യൻ ഒരു പ്രധാനപ്പെട്ട ഒരു നക്ഷത്രമാണ്. സൂര്യൻ അച്ഛൻ ഇവർക്ക് വളരെ ഗുണം കിട്ടുന്ന ആ വ്യക്തിയുമായിരിക്കും. അതേ അവസരത്തിൽ ഇവരുടെ ശക്തി, ഈ രാശിക്കാരുടെ ശക്തി നമുക്ക് ഈ ഒരു പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് പഠിക്കാൻ കഴിയും. കാരണം ഈ ധനുലഗ്നത്തിന്റെ 6ാം ഭാവാധിപത്യം ശുക്രനുണ്ട്. 6ാം ഭാവാധിപത്യമുള്ള ശുക്രൻ 4 സുഖസ്ഥാനത്ത് ഉച്ചനാണ്. അപ്പോ ഇത്തരം കാര്യങ്ങളിൽ ശത്രുക്കളെയൊന്നും ധനുരാശിക്കാർക്ക് വലിയ പ്രശ്നമില്ല. അവരെയൊക്കെ മിത്രങ്ങളാക്കി എടുക്കാനുള്ള കഴിവ്, ധൈര്യം, അതാണ് ഈ രാശിക്കാരുടെ ഏറ്റവും വലിയ ഒരു കഴിവ്. ധൈര്യമുണ്ട്, കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 6ാം ഭാവാധിപനായിട്ടുള്ളവന് ഉച്ചത്തിൽ സ്വന്തം 4ാം ഭാവത്തിൽ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ആ കഴിവാണ്, എല്ലാവരെയും നേരിടാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ഈ 7ാം ഭാവാധിപൻ ഈ രാശിക്കാർക്ക് ബുധനാണ്, നീചമാണ്. എവിടെ? 4. കാരണം ഇവരുടെ കല്യാണത്തിന്റെ കാര്യത്തിലൊക്കെ വലിയ ഒരു വിജയം ഈ രാശിക്കാർക്ക് ഉണ്ടാവുകയില്ല. എന്നാലും മൊത്തത്തിൽ ഭാഗ്യവാന്മാരുടെ, കാലപുരുഷന്റെ ഭാഗ്യസ്ഥാനമാണ് ഈ
ധനു. ധനുരാശിയിൽ ജന്മം കിട്ടുന്നത് പൂർവജന്മ പുണ്യം കൊണ്ടാണ് എന്ന വിശ്വാസം പോലും നമ്മളിൽ ഉണ്ട്. അതിനുള്ള സ്വഭാവ സവിശേഷതകൾ പലതും ഈ രാശിക്കാർക്കുണ്ട്. വ്യാഴത്തിൻ്റെ എല്ലാം സംസാരശേഷി, വളരെ നല്ല സംസാരശേഷിയുള്ളവരായിരിക്കും. അതുപോലെ തന്നെ സംസാരം കൊണ്ട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നവരും ഈ രാശിയിൽ തന്നെ ഉണ്ട്. കാഴ്ചക്ക് വളരെ ഗാംഭീര്യമുള്ളതും സംസാരം വളരെ കൺട്രോൾ ചെയ്തിട്ടുള്ള ആൾക്കാർ ധാരാളമുള്ള ഒരു രാശി. അതുപോലെ തന്നെ വളരെ തമാശകൾ, നർമ്മരസ പ്രധാനമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു രാശിക്കാരാണ് ധനുരാശിക്കാർ. നല്ല കലാകാരന്മാർ, തമാശയുടെ കലാകാരന്മാർ ഒക്കെ ഈ രാശിയിലാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പലതും ഉള്ള പല ഗുണങ്ങളുമുള്ള ഔന്നത്യമുള്ള സ്വഭാവം, അതാണ് ഇവരുടെ പ്രത്യേകത. നമ്മൾ പറയില്ലേ, അവൻ്റെ സ്വഭാവം വളരെ ഒരു ജെന്റിൽമാൻ ആണെന്ന് പറയുന്നില്ലേ, നല്ല ശതമാനം ജെന്റിൽമാൻ ആരാണ് ഈ രാശിയിലുള്ളത്. അതിൻ്റെ ഒരു റിവേഴ്സും ഈ രാശിക്കാരിൽ നമുക്ക് കാണാൻ കഴിയും. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഫിലോസഫിയും ഒക്കെ പറയുന്നുണ്ടെങ്കിലും യുദ്ധത്തിനും ഇവർ തയ്യാറാവും. നമ്മൾ അവരോട് കൂട്ടുനിന്നാൽ നമ്മളോട് വളരെ അടുത്ത് അവർ പെരുമാറും. ഒപ്പം തന്നെ തെറ്റിയാൽ ഗെറ്റ് ഔട്ട് പറയാനും ഈ രാശിക്കാർക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ രാശിക്കാർ മൊത്തത്തിൽ ഭാഗ്യവാന്മാരാണ്. ഇവർക്ക് ഒരുപാട് സവിശേഷതകൾ തന്നെയാണുള്ളത്. നിയമപാലനത്തിലും, അല്ലെങ്കിൽ ശത്രുക്കളെ നേരിടുന്നതിലും, അല്ലെങ്കിൽ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിലും എല്ലാം വളരെ കഴിവ് ഉള്ള ഒരു രാശിയാണ് ഈ സാഗിറ്റേറിയസ് അല്ലെങ്കിൽ ധനു എന്ന് പറയുന്നത്. ഇവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഭക്ഷണം നിയന്ത്രിക്കണം ഈ രാശിക്കാർ, അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ശരീരം വണ്ണിച്ചു പോകാനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകും. മറ്റൊന്ന്, ഇവർ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അമിതമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ട് ആൾക്കാരോട് വിരോധങ്ങൾ ഏറ്റുവാങ്ങാൻ സാധ്യതയുണ്ട്, ടെൻഷനൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ രാശിക്കാർ. പിന്നെ യൂറിനൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ, കാരണം ആ ഒരു ഭാഗമാണ് കാലപുരുഷൻ്റെ തൈ ആണ് പ്രധാനമായിട്ടും വരുന്നത്. എന്നാലും അതിന് കണക്ട് ചെയ്തിട്ടുള്ള ശരീരഭാഗങ്ങൾക്ക് കൂടി നമ്മൾ ശ്രദ്ധ കൊടുക്കണം. വിശ്രമം അല്ല ഇവർക്ക് വേണ്ടത്. എന്തെങ്കിലും തരത്തിലുള്ള, ഇപ്പോൾ പ്രായമായിട്ടുള്ള ധനുരാശിക്കാരാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ എൻഗേജ്ഡ് ആകണം, അല്ലെങ്കിൽ അവർ അസുഖത്തിന് കീഴ്പ്പെട്ടു പോകും. ഒന്നുമില്ലെങ്കിൽ ഒരു ഈവനിങ് വാക്ക്, അല്ലെങ്കിൽ വീട്ടിൽ ഗാർഡനിങ്, എന്തെങ്കിലും ഒരു കാര്യം അത് ഏറ്റെടുത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ധനുരാശിക്കാർക്ക് ദോഷം തന്നെ വരും. മറ്റു കാര്യങ്ങളിലെല്ലാം, എല്ലാ കാര്യത്തിലും ഇവർ വിജയിക്കുന്നവരാണ്, ബലവാന്മാരാണ്, മാന്യന്മാരാണ്, സമൂഹത്തിൽ അംഗീകാരം കിട്ടുന്നവരാണ്. അങ്ങനെ പലതും ഉള്ള ഈ രാശിക്കാർക്ക് ഞാൻ നല്ല ഒരുപാട് മഹാന്മാരെ സൃഷ്ടിച്ച ഈ രാശിക്കാർക്ക്, ഈ രാശിയിൽ ഇപ്പോഴുള്ള ആൾക്കാർക്കും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ബൈ.